ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരിയമ്മയുടെ വിളി മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്ന ആ രീതിയിലാണ് കേട്ടോ പോലീസുകാരെ ഗിരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാക്കാണ് കേട്ടോ ഗൗരിയമ്മ പറയുന്നത്. ഗിരി ചെന്ന് സറണ്ടർ അയക്കുക എന്ന് പറയുന്നില്ല കേട്ടോ. അത് ഗൗരിയമ്മക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പറയേണ്ടി വരുന്നു. എന്നാൽ ഈ സമയം ഭാനുമ്മയാണെങ്കിലോ വാശിയും ദേഷ്യവും കൂടി വരികയാണ്. ഭാനുമ്മ പറയാണ്, അവൾ ഉണ്ടായിട്ടൊന്നും യാതൊരു കാര്യമില്ല, എൻ്റെ മകളെ അവൾ കൊടുക്കത്തുള്ളൂ, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് ഭാനുമ്മ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ കുഞ്ഞാറ്റ എരുതിയിൽ എണ്ണൊഴിക്കുന്നത് പോലെ കുഞ്ഞാറ്റയും പറയാണ്, ഭാനുമ്മേ, അവള് നമ്മുടെ മാധവേട്ടനെ കൊന്നതുപോലെ തന്നെ അവള് ഗിരിയെ അതുപോലെ നീ അറം പറ്റുന്ന വാക്കുകളൊന്നും പറയില്ലേ എന്ന് പറഞ്ഞ് മുഴുവനാക്കാൻ അങ്ങ് സമ്മതിക്കില്ല കേട്ടോ. എന്നാൽ ഈ സമയം ഭാനുമ്മയുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് സ്വപ്ന വരികയാണ്. അപ്പോൾ സ്വപ്ന എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, നീ അറിഞ്ഞില്ലടി, നമ്മുടെ ഗിരിമോനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അതാ മഞ്ജുവിൻ്റെ പണിയാണ്, മഞ്ജു തന്നെ അത് ചെയ്യുക, അവൾക്ക് അമ്മയോട് നല്ല ദേഷ്യമുണ്ട്. എന്താണെന്നറിയോ, അന്ന് ശാലിനിക്കൊപ്പം ഗിരിയെ ഇരുത്തിയതിൽ ഗിരിയോടും അമ്മയോടും മഞ്ജുവിന് ദേഷ്യമുണ്ടെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം എനിക്കറിയാം അവൾ എൻ്റെ കുടുംബം തകർക്കാനാണ് വന്നിരിക്കുന്നത്. ആദ്യം എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി ഇപ്പോൾ എൻ്റെ മകനെ അവൾ അഴിക്കുള്ളിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ അങ്ങ് കൊല്ലും, അതോടുകൂടി ഈ വൈരാഗ്യത്തിന് ഒരു അറുതിയാവുമല്ലോ എന്ന് പറയാനേട്ടോ. അതോടുകൂടി ഭാനുമ്മയുടെ വാക്കുകൾക്കൊപ്പം കുഞ്ഞാറ്റയും അതുപോലെ തന്നെ ഈ പറയുന്ന സ്വപ്നയിൽ നിൽക്കണം കേട്ടോ. ഇതേ സമയം സഞ്ജുവിനോട് പറയാണ്, എന്തായാലും ഗിരിയെ ജാമ്യത്തിൽ ഇറക്കാനുള്ള പരിപാടിയൊന്നും നമുക്ക് നോക്കേണ്ട, കാരണം അത് കിട്ടത്തില്ല, കാരണം അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്, അതുകൊണ്ട് ഗിരിയെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കുന്നതായി അഭിനയിക്കാം, അത്ര മതി, വല്ലാത്ത പ്രഷറൊന്നും കൊടുക്കേണ്ട. ആ മഞ്ജുവിനോട് വൈരാഗ്യവും തോന്നും, അതോടുകൂടി നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു കര കയറുകയും ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. സ്വപ്നയാണെങ്കിൽ നിനക്ക് വീഴ്ത്താനും കഴിയും, അതുപോലെ തന്നെ ശാലിനിയുടെ ഉദ്ദേശവും നടക്കും. ലാസ്റ്റ് അവൻ ഒരുപാട് അഴിക്കുള്ളിലാവുമ്പോൾ മഞ്ജു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മതി നമുക്ക് അവനെ ഇറക്കാനുള്ള പരിപാടി ചെയ്യലെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ചാച്ചുവിൻ്റെ ആ വാക്കുകൾ സഞ്ജു കാറ്റിൽ പറത്താണ്. കാരണം താൻ ഈ മകനായിട്ടും തനിക്ക് ഗോപാൽജിയുടെ മുന്നിൽ ഒന്നുമല്ലാതായി തീർന്നതിന് കാരണം ഗിരിയാണ് എല്ലാത്തിനും നല്ലത്. ഒരു നായയെ കൊണ്ടു നടക്കുന്നത് പോലെ തടിമിടുക്കനായ ഒരുത്തിനെ കൊണ്ടു നടക്കുകയാണ് ഗോപാൽജി. പക്ഷേ ഗോപാൽജിയുടെയും മക്കളുടെയും കള്ളക്കളികൾ ഇനി ഗിരി അറിയാൻ പോവാണ് കേട്ടോ. ഇതേ സമയം ശാലിനി വരികയാണ്. അപ്പോൾ ശാലിനി എന്താ നിങ്ങൾ പറയുന്നത്, നീ അറിഞ്ഞില്ലേടി മഞ്ജു ഗിരിയെ അറസ്റ്റ് ചെയ്ത്? മഞ്ജു ഗിരിയെ അറസ്റ്റ് ചെയ്യുക? നമ്മുടെ വണ്ടിയിൽ മയക്കുമരുന്ന് കെട്ടി അത് വെച്ചിരിക്കുന്ന ഗിരിയാണെന്ന് ഡ്രൈവർ പറഞ്ഞു അത്ര. ആ ഡ്രൈവർ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, മഞ്ജുവിൻ്റെ പണിയാണ്, മഞ്ജു നമ്മുടെ വണ്ടിയിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ചിട്ട് നമ്മളെ കൊടുക്കാനുള്ള പണിയാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന ശാലിനി, ആഹാ, എന്നാൽ അവളെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, മഞ്ജുവിനെ ഞാൻ കാണിച്ചു തരാം, എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാനിട്ടോ. എന്നാൽ ഈ സമയം സഞ്ജുവും അതുപോലെ തന്നെ ചാച്ചുവും പരസ്പരം അങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ. കാരണം ഇവരുദ്ദേശിക്കുന്നത് അതാണ്, ശാലിനിയെ ഗിരിയിൽ നിന്നും എങ്ങനെയെങ്കിലും അകറ്റണമെന്ന് തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം കേട്ടോ. ഇതേ സമയം ചാച്ചു പറയണ, സ്വപ്നയെ ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക്, ആ ഭാനുമയെ ഒന്ന് ചൂട് പിടിപ്പിക്കണം, എങ്കിൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, എന്നാൽ നീ ഉദ്ദേശിച്ച ലക്ഷ്യം നടക്കുള്ളൂ, ആ മഞ്ജുവിനെ എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് ഇറക്കും, അപ്പോഴാണ് ഗിരിയെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയാം കേട്ടോ. ഇതേ സമയം സ്വപ്ന പറയാണ്, നമുക്കൊരു വക്കീലിനെ ആക്കേണ്ടേ എന്ന് പറയുമ്പോൾ, അതൊക്കെ ചാച്ചു നോക്കിക്കോളാം, ചാച്ചു വേണ്ടത് ചെയ്യുക, ആദ്യം മഞ്ജു അവിടെ നിന്ന് ഇറങ്ങട്ടെ, അതുവരെ ഭാനുമയെ ചൂടുപിടിപ്പിക്കാൻ ഗിരി ജയിലിൽ കിടക്കുന്നതൊന്നും നല്ലതാണ് എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഫോൺ എടുത്തിട്ട് ഭാനുമ്മക്ക് വിളിക്കുകയാണ് ശാലിനി. അങ്ങനെ ശാലിനി മോളെ എന്ന് പറഞ്ഞ് ഭാനുമ്മ കരയുമ്പോൾ, ഞാൻ അറിഞ്ഞു അമ്മേ, എല്ലാ വിവരങ്ങളും ആൻറ്റി ഞാൻ അറിഞ്ഞു, എന്നാലും ആ മഞ്ജു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ആ പൊടി ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുവച്ച് എല്ലാ പോലീസുകാരും ചെക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ തൻ്റെ ഇടത്തോടു കൂടി ചെക്ക് ചെയ്ത് ഗിരിയെ കൊടുക്കാനായിരുന്നു, ഒരിക്കലും അറിഞ്ഞില്ല, അവളുടെ വൈരാഗ്യവും പകയും ഇനിയും തീരുന്നില്ലല്ലോ ഭാനുവാൻറ്റി, അവളെയാണല്ലോ ആ വീട്ടിൽ മരുമകളാക്കിയത് ഗിരി, എന്നാലും എല്ലാവരേക്കാൾ കൂടുതൽ അവളെ സ്നേഹിച്ചിട്ടും ഇപ്പോഴെന്താണ് ഉണ്ടായത്, മഞ്ജു സ്നേഹമില്ലാത്തവളാണ്, അവളുടെ അച്ഛൻ നമ്മുടെ കുടുംബത്തോട് ചെയ്തത് എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഭാനുമ്മക്ക് ഇങ്ങനെ ദേഷ്യം കയറി വരാനിട്ട്
അങ്ങനെ ഭാനുമ പറയാണ്, ആഹാ അവൾ അങ്ങനെ ചെയ്യുന്നോ, അവൾക്ക് അത്ര ധൈര്യമോ, അവൾ എൻ്റെ മകനെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അവൾ നേരെ വണ്ണം ഇവിടുന്ന് നല്ലൊരു ഊണ് പോലും അവളെ കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിനുള്ള പണികളൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് ഭാനുമ കലിയടങ്ങി ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം ചാച്ചുവും ശാലിനിയും കൈയടിക്കണം. ഈശ്വര, എന്നാലും ചാച്ചു ഇത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നേരാവണ്ണം എനിക്ക് നടത്തി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇനി ഗിരിയെ കിട്ടുമെന്നൊരു പ്രതീക്ഷയൊക്കെ എന്നിലുണ്ട് എന്ന് പറയാം കേട്ടോ. ഈ സമയം അത് കേട്ടിട്ട് സഞ്ജു വരികയാണ്. അവൻ ഇപ്പോഴൊന്നും പുറത്തിറങ്ങില്ല, എന്തായാലും നമുക്ക് നോക്കാം, ഇനി നിൻ്റെ കാര്യം നോക്കടാ എന്ന് ശാലിനി സഞ്ജുവിനോട് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി സംസാരിക്കുകയാണ്. സ്വപ്ന പറയാണ്, എന്തായാലും എൻ്റെ കണക്ക് കൂട്ടുകലുകൾ ഈശ്വര ഇത്ര പെട്ടെന്ന് സാധിച്ചു തന്നു. സഞ്ജയ് ഞാനുമായി ഒന്നിക്കുന്ന ഒരിക്കലും ഗിരിയേട്ടനെ ഇഷ്ടപ്പെടില്ല, പക്ഷേ അതിന് നല്ലൊരു മാർഗമാണ് ഇപ്പോൾ ഗിരിയേട്ടൻ തന്നെ പോലീസിൽ ചെന്ന് കീഴടങ്ങി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. എന്താ നീ പറഞ്ഞത്? ഗിരിയേട്ടനാണ് ഇപ്പോൾ പോലീസിൽ ചെന്ന് കീഴടങ്ങിയിരിക്കുന്നത്, അല്ലാതെ സഞ്ജയ് അല്ല. സഞ്ജയ് ചെയ്ത തെറ്റ് ഗിരിയേട്ടൻ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കുഞ്ഞാറ്റ, എടി പതുക്കെ പറയടി, നിൻ്റെ അമ്മ കേൾക്കൂടി. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് കുഞ്ഞാറ്റ ആരോടും ചെന്ന് പറയണ്ട. എന്തായാലും ഗിരിയേട്ടൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്, എന്നാലാണ് എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നിറവേറ്റാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് ആ വീട്ടിൽ അവിടുത്തെ മരുമകളായി ആ ശാലിനിയെയും ആ ചാച്ചുവിനെയൊക്കെ എൻ്റെ കാലിൻ്റെ ഇടയിലിട്ട് ചവിട്ടി അമർത്താൻ എന്ന് പറയാൻ കേട്ടോ. അമ്മയ്ക്കും ഒരു പാഠം പഠിക്കുന്നത് നല്ലതാണ്. അമ്മയ്ക്കും ഈ മകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അമ്മയ്ക്കും ഉണ്ടായിട്ടില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വളരെ മോശമായിട്ടാണ് ആ കോൺസ്റ്റബിൾ ഫ്രാൻസിസ് ഇങ്ങനെ ഗിരിയോട് പെരുമാറുന്നത് കേട്ടോ. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, ദേ ഞാൻ കുറ്റം ഏറ്റെടുത്തിട്ട് നിങ്ങളെന്തിനാ എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത്? അപ്പോഴേക്കും അരവിന്ദാക്ഷൻ ഇടപെടുകയാണ്. അരവിന്ദാക്ഷൻ പറയാണ്, ദേ നീ നല്ലപോലെ സംസാരിച്ച ഫ്രാൻസിസ്, അല്ലെങ്കിൽ എന്താ ഇവിടെ ഒരുത്തർക്ക് ഒരു നിയമമോ മറ്റൊരുത്തർക്ക് വേറെ നിയമമോ ഒന്നും പറഞ്ഞാൽ നടക്കില്ല. ഇതെന്താ ഇവിടുത്തെ കോൺസ്റ്റബിളായ മഞ്ജുവിൻ്റെ ഭർത്താവായതുകൊണ്ടാണോ ഇവിടെ ഇവരോട് നല്ലപോലെ പെരുമാറുന്നത്? ഇവൻ ചെയ്ത തെറ്റെന്നാന്ന് എല്ലാവർക്കും അറിയില്ല. ഇവൻ ചെയ്ത തെറ്റ് വളരെ വലുതാണ്, അത് മനസ്സിലാക്കണമെന്ന് പറയണം കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുകുന്ദൻ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ മുകുന്ദനാണെങ്കിൽ അരവിന്ദാക്ഷനെ കാണുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ. സാർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ മുകുന്ദൻ്റെ ഇത് സാർ എന്ന് പറഞ്ഞ് മുകുന്ദൻ ഇങ്ങനെ തുടരുമ്പോൾ തന്നെ സഞ്ജയ് ഇത് ലോക്കപ്പിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. സാർ, ഗിരി അവൻ്റെ അവിവേഹത്തിൽ ചെയ്തതാണ് ഈ കേസ് നമുക്ക് എന്ന് പറയുമ്പോഴേക്കും അരവിന്ദാക്ഷൻ പറയണ, ഒരിക്കലും ഗിരിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല, ഗിരിയായിട്ട് ഏറ്റു പറഞ്ഞത് കൊണ്ട് തന്നെ കുറ്റം ഇവൻ്റെ പേരിൽ കേസെടുത്തേ എനിക്ക് പറ്റുള്ളൂ, ഞാനൊറ്റക്കല്ലല്ലോ, പോലീസുകാർ ബാക്കിയുള്ളവരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഗിരി പറയണേ, നീ എന്തിനാ അവനോട് ഇത്ര താഴ്മയായി സംസാരിക്കുന്നത്? അവരോടൊന്നും നീ ഇത്ര താഴ്മയായി സംസാരിക്കണ്ട എന്ന് പറയാൻ കേട്ടോ. നീ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതാണെങ്കിൽ എന്നെ ജാമ്യത്തിൽ ഇറക്കി എന്ന് പറയുമ്പോൾ മുകുന്ദൻ ഗിരിയെ ഞെട്ടിപ്പിക്കുന്ന ആ കാര്യം പറയാൻ കേട്ടോ. ഒരിക്കലും നിനക്ക് ജാമ്യം കിട്ടില്ല, ഇനി കോടതിയിൽ ജാമ്യം എടുക്കാൻ പറ്റുമെന്ന് നോക്കാം, ഇത് ജാമ്യമില്ലാത്ത കേസിലാണ് നീ അകപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഗിരിക്ക് അമളി പറ്റിയത് ഗിരി മനസ്സിലാക്കുന്നത്. ഇത്രയും ഭീകരമാണ് ഈ കേസിൻ്റെ വലിപ്പം എന്ന് ഗിരി മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതേ സമയം ഗിരി തൻ്റെ അച്ഛൻ കിടന്ന ആ സെല്ലിൽ പെട്ടെന്ന് അങ്ങ് ചുമരിൽ തല വെച്ച് ചാഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മുകുന്ദൻ മഞ്ജുവിൻ്റെ അടുത്തോട്ട് ചെല്ലാണ്. മഞ്ജു, ഞാൻ നിസ്സഹായനാണ്, എന്നെക്കൊണ്ട് ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ കഴിയില്ല, ഇനി എന്ത് ചെയ്യും എന്ന് മഞ്ജുവിനോട് പറയാണ്. ഈ കേസിൻ്റെ ഭീകരത നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയാണ്, എനിക്കറിയാം ഈ കേസ് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം, ഒരു പ്രതി തന്നെ ഒരു മയക്കുമരുന്ന് കൊണ്ടുവെക്കാത്ത ആൾ തന്നെ ഞാൻ ഇത് കൊണ്ടു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോടതിയും പെട്ടെന്നൊന്നും ജാമ്യം കിട്ടില്ല, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കില്ലേ ഭാനുമ്മ നിന്നെ ഇട്ട് ചവിട്ടുന്നത്? എന്തായാലും ഗിരി ഇനി ജയിലിനുള്ളിലോട്ട് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ മഞ്ജു പറയണം, ഞാൻ ഒരിക്കലും എൻ്റെ ഗിരിയേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അത് എനിക്ക് പറ്റില്ല, ഈ മഞ്ജു ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ എൻ്റെ ഗിരിയേട്ടനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കും, എങ്ങനെ നിനക്ക് രക്ഷിക്കാൻ കഴിയും? അതിനൊക്കെ എന്നെക്കൊണ്ട് കഴിയും, ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഗിരിയേട്ടൻ പുറത്തിറങ്ങുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി സഞ്ജയ് ഏകദേശം ഗോപാൽജിയുടെ മുഖംമൂടി ഏകദേശം സഞ്ജയ്ക്ക് മനസ്സിലായി, താനൊരു വളർത്തുനായയായിരുന്നു ഗോപാൽജിയുടെ എന്ന് ഗിരി മനസ്സിലാക്കൂട്ടോ.